മകളെ, ജെറുസലേം വചനക്കൂടാരത്തിൽ നിന്നും 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്കായി എത്രയോ പേരുകളാണ് ഒരുമിച്ച് കൂടുന്നത്. എല്ലാം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രത്യേകമായ വിധത്തിൽ മഹാവിടുതലിൻ്റെ 4-ാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മനുഷ്യനെ പല വിധത്തിലും പല കെട്ടുപാടുകളിലും കുടുക്കിലുമാക്കിയിരിക്കുന്നത് പൈശാചിക പ്രവർത്തനം മൂലമായിട്ടാണ്. ആത്മാവിന് ചങ്ങലയ്ക്ക് ഇട്ട് അവൻ്റെ പ്രവർത്തന ഊർജത്തെ നശിപ്പിച്ച് കളയാനാണ് അവൻ എപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ ഇതാ വചനം നമുക്ക് തരികയാണ്. ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. മകളെ, നമ്മുടെ രോഗത്തിനും സഹനത്തിനും തകർച്ചയ്ക്കും കാരണം ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിശ്വസിക്കേണ്ട കാര്യത്തെ അവിശ്വസിപ്പിക്കലാണ് പിശാചിൻ്റെ പണി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് പകരം അവിശ്വാസത്തെ വളർത്തുകയാണ്. ട്രസ്റ്റിന് പകരം മിസ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിശാചിൻ്റെ ശക്തിയിൽ ആശ്രയിക്കരുത്. അവൻ്റെ പ്രവൃത്തികളുടെ പിറകെ പോയാൽ അത് കെണിയായിരിക്കുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ അവൻ്റെ പിന്നാലെയാണ് നടന്നു നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ നമ്മൾ ആശ്രമിക്കണം. ദൈവം സർവാധിപനാണെന്ന് നമ്മൾ മറക്കരുത്. എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണെന്ന് നമ്മൾ മറക്കരുത്. പിശാചിൻ്റെ എതിരെ തകർക്കാനുള്ള ഏതാനും ചില ആത്മീയമായ ആയുധങ്ങളെ ചുരുങ്ങിയ സമയത്തിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായി, കൂടെ നിരന്തരമായ കുമ്പസാരം. 2, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. 3, ആരാധിക്കാനായിട്ട് സമയം കണ്ടെത്തുക. 4, ജപമാല ഭക്തിയോടെ പ്രാർത്ഥിക്കുക. 5, യേശുനാമം ഉരുവിട്ടുകൊണ്ട് നടക്കുക. 6, വിശുദ്ധരോടുള്ള വണക്കം ഉണ്ടാകുക. 7, കുടുംബ പ്രാർത്ഥന തീഷ്ണയോടെ നടത്തുക. 8, ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, ശ്രവിക്കുക. 9, ഏതെങ്കിലും ഒരു വൈദികൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങുക. 10, മാലാഖമാരുടെ സംരക്ഷണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മകളെ, ഇതാ കർത്താവിൻ്റെ വചനത്തിൻ്റെ വലിയ ഒരു ആത്മീയ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങളെ പരിചയപ്പെടുത്തുകയായിരുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ കർത്താവ് അധികാരത്തോടെ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.